ഇത്തരം ദിക്റുകൾ ഒഴിവാക്കിയിട്ട് യഥാർത്ഥ പഴമയുടെ ദിക്റുകളിലേക്ക് മടങ്ങൂ. അതുകൊണ്ടേ നമുക്ക് രക്ഷയുള്ളൂ, അതുകൊണ്ടേ സമാധാനമുള്ളൂ, അതുകൊണ്ടേ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. ഇതാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ഈ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ്? ആ സത്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടത് പള്ളികളിൽ നിന്നാണ്. ആ പള്ളികളിൽ നിന്ന് നമ്മളത് പഠിച്ചെടുക്കേണ്ടതുണ്ട്. എന്തിന്? നമ്മൾ ചെന്നുപോയി കിടക്കുന്ന ഖബറിടം നന്നാവണം. അതിനാണ്. പാർട്ടി വളർത്താനല്ല, നേതൃത്വം ചമയാനല്ല, ആളുകളുടെ മുമ്പിലെ പ്രശസ്തിക്കല്ല, ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്താനുമല്ല. മറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ എല്ലാവരും പോയി നിൽക്കുമ്പോ അവിടെ ആർക്ക് വേണ്ടിയാണ് സത്യം മൂടി വെച്ചതെങ്കിൽ അവരാരും നമ്മെ രക്ഷപ്പെടുത്താൻ ഖബറിലില്ല. നമുക്ക് വക്കാലത്തേറ്റെടുക്കാൻ ഖബറിൽ ആരുമില്ല. പരലോകത്തും നമ്മെ കാക്കാൻ ഇതാ നീ എന്തു ചെയ്താലും വേണ്ടില്ല, ഞാനുണ്ടെന്ന് പറയാൻ അവിടെ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ മാറ്റി നിർത്തുന്നതെങ്കിൽ അവരാരും വരാനില്ല. ഒറ്റക്കൊറ്റക്ക് അള്ളാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉത്തരം പറയണം. പണം എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ഉണ്ടാക്കി, ഏതിലേക്ക് ചെലവഴിച്ചു, എത്ര കാലം ജീവിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു, എങ്ങനെ ജീവിതം അവസാനിച്ചു, എന്തൊക്കെ പഠിച്ചു, പഠിച്ചതനുസരിച്ച് എന്തൊക്കെ പ്രവർത്തിച്ചു, യൗവനകാലം എങ്ങനെ ചെലവഴിച്ചു. ഇതിനൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയാതെ വെച്ച കാലം മുന്നോട്ട് വെക്കാൻ റബ്ബിന്റെ കോടതിയിൽ അനുവാദമില്ലെന്ന് ഭയപ്പെട്ടുകൊണ്ട് സത്യം മുഴുവൻ നമുക്ക് ഈ വേദിയിൽ എന്ന് പറയാൻ നേരമില്ലല്ലോ. കേട്ട സത്യങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് ആ സത്യത്തെ ഒന്ന് പുൽകാൻ സഹോദരാ ഇനിയും സമയം വൈകിച്ചുകൂടാ. കാരണം നമ്മുടെ ഖബറിന്റെ രക്ഷക്കത് ആവശ്യമാണ്. പരലോകത്ത് ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ആവശ്യമാണ്. ഈ ലോകത്ത് മനുഷ്യൻ ഒരുപാട് നേടുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു. സാമ്പത്തിക തകർച്ചയെ പറ്റി ഒരുപാട് പരാതികൾ നമ്മൾ കേൾക്കുന്നു. അമേരിക്ക തകർന്നു, ലോകം മുഴുവൻ തകരുന്നു, ഓഹരി പണി തകരുന്നു, ഊഹക്കച്ചവടം തകരുന്നു. പലരും വേദനിക്കുകയാണ്. ഈ സമുദായത്തിന്റെ വിശ്വാസം തകരുന്നു. വേദനയാർക്കുമില്ല. അതിൽ വേദനിക്കുന്നവരാണ് സലഫികൾ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയേണ്ട കാലത്തും എന്തേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചിലർ ചോദിക്കുമ്പോ നമ്മൾ പറയുന്നത് സമ്പത്ത് കുറച്ച് കുറഞ്ഞാലും നരകത്തിന്റെ ചൂടെത്ര കഠിനമാണ്, അവിടെ രക്ഷപ്പെടണ്ടേ. ഈ ലോകത്ത് എത്ര സമ്പത്തുണ്ടായിട്ടെന്താ, പിരിഞ്ഞു പോകുമ്പോ വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ ലല്ല ഖാലിയാ. ഓ മനുഷ്യ, ചിന്തിച്ചിട്ടുണ്ടോ എത്ര ജനാസകൾ നിന്റെ ഗേറ്റിന്റെ മുമ്പിലൂടെ കടന്നുപോയി? അവരൊക്കെ എത്ര വലിയ മുതലാളിമാരുണ്ട് അവരുടെ കൂട്ടത്തിൽ. എന്തേ അവരൊക്കെ കൊണ്ടുപോയത് അല്പം കഫൻ പുടവയല്ലാതെ? ഏത് മുതലാളി മരിച്ചപ്പോഴും ഒന്നും കൂടെ ഇല്ലല്ലോ. അവരുണ്ടാക്കിയ വീട്ടിൽ പോലും താമസിക്കാനാവാതെ വീട് കാലിയാക്കിയിട്ടല്ലേ അവര് തിരിച്ചു പോകുന്നത്. ആയിക്കോട്ടെ, അതിനെന്താ? وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ساويا. അതുകൊണ്ട് മുസ്ലിമേ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ നീയും അവരുടെ ചാരത്ത് ആ ഖബർസ്ഥാനിൽ നീ പോയി കിടക്കേണ്ടവനാണ്. അന്ന് നിനക്ക് ഇവിടെ നീ ആരെ പേടിച്ചിട്ടാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരാത്തത്? നീ ആരെ പേടിച്ചിട്ടാണ് ഈ ജാറ വ്യവസായം അവസാനിപ്പിക്കാത്തത്? നീ ആരെ പേടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവിടേക്ക് പോയി കൂടാ? അവിടെ അറബിയിലല്ല ഖുതുബ എന്ന് പറഞ്ഞിട്ട് ആളെ തടയുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതുപോലെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വന്നതിന്റെ പേരിൽ ആ പള്ളിയിലെ മൗലവിക്ക് ഖുതുബ വരണമെങ്കിൽ, അവിടെ കൂടുന്ന ആണുങ്ങൾക്ക് നിസ്കാരം ശരിയാവണമെങ്കിൽ പെണ്ണിന്റെ വളകിലുക്കം കേൾക്കാതെ പറ്റില്ല എന്ന് ഗീബത്ത് പറയുന്ന, എന്ന് ആരോപണം പറയുന്ന മുസ്ലിമേ, ഈ കള്ളത്തരങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് നീ പറഞ്ഞത്? ആരെ പറ്റിക്കാനാണ് നീ പറഞ്ഞത്? ആരുടെ പ്രീതിക്കാണ് നീ സത്യമറിഞ്ഞിട്ടും അത് പറയാതെ മൂടി വെച്ചത്? ആരെ പേടിച്ചിട്ടാണ് നീ സത്യം ആലോകരുടെ മുമ്പിൽ പറയാതെ എല്ലാവരുടെയും ആളായി നടക്കുന്നത്? അവരൊക്കെ നിന്റെ ഖബറിൽ വരുമോ? വരില്ലല്ലോ. വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയാ. ഒറ്റക്ക് ഏകനായി നീ ആ ഖബറിൽ ചെന്ന് കിടക്കണ്ടേ? അവിടെ നിന്നോട് മലക്ക് വന്നുകൊണ്ട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്,
നബിയാരാണ്, ആദർശമേരാണ് എന്നൊക്കെ ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണ്, എന്റെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് ധൈര്യത്തോടെ പറയണമെങ്കിൽ അള്ളാഹുവിനെ റബ്ബാണെന്ന് പറഞ്ഞാൽ മതിയോ? അതനുസരിച്ച് ജീവിക്കണ്ടേ? റസൂലുള്ളാഹിനോട് മഹബത്തുണ്ടെന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മതിയോ? അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യണ്ടേ? അതിനെതിരെ കൊണ്ടുവന്ന പുത്തനാചാരങ്ങൾ തള്ളേണ്ടതില്ലേ? അങ്ങനെ ജീവിച്ചുകൊണ്ട് ആ നിലക്ക് മരിച്ചാലല്ലേ നമുക്കവിടെ രക്ഷ കിട്ടുകയുള്ളൂ. ആ ഒരു പാതയിലേക്ക് വരണമെന്ന് സ്നേഹത്തിന്റെ ബുദ്ധിയിൽ, ആ നിലക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹറാമായ സുഖ സൗകര്യങ്ങൾ പലതും ഈ ലോകത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന നിലക്ക് കാണുമ്പോ മുസ്ലിമേ അതിന്റെ പിന്നാലെ പോകരുത്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നിങ്ങളൊരു കുടുംബത്തിന്റെ കെടാവിളക്കാണ്, ആ വീട്ടിലെ പ്രകാശമാണ് നിങ്ങൾ കേട്ടോ. മക്കളെ വളർത്തുമ്പോ സൂക്ഷിച്ചോ. ഹറാമായ വേഷവിധാനം കൊണ്ട് നമ്മുടെ മകള് പുറത്തു പോയിക്കൂടാ, ഒരു പെങ്ങളും പുറത്തു പോയിക്കൂടാ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ചുകൊണ്ട് പിശാചിനെ സന്തോഷിപ്പിക്കുന്ന നിലക്ക് ഹറാമായ ഭാഗങ്ങളൊക്കെ ആ നിലക്ക് വെളിച്ചത്തേക്ക് കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പെണ്ണേ, സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ലെന്ന് പറഞ്ഞ പുന്നാര നേതാവിനോട് സ്നേഹമുണ്ടോ? ഈ ആണിന്റെ മുമ്പിൽ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന ഈ മാംസളമായ ശരീരത്തിന്റെ സൗന്ദര്യ ഭാഗങ്ങളൊക്കെ ഖബറിൽ വെച്ച് പിറ്റേന്നുമായിക്കൊണ്ട് അഴുകി പൊട്ടി ഖബർ ചീഞ്ഞ ചലം കൊണ്ട് നിറയേണ്ടതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ കാണിച്ചുകൊണ്ട് നടക്കുന്ന അരവയറും ഈ മുഴങ്കയും ഈ മാറും ഈ ശരീരവുമൊക്കെ അതാ മൂന്നാം നാളിന്റെ മുമ്പായിട്ട് വെക്കപ്പെട്ട ഖബറിൽ വെച്ച് പൊട്ടിച്ചീഞ്ഞ് നാറാനുള്ള ശരീരമാണ്. ഖബറിൽ കിടക്കണ്ടേ? ജഹന്നമിനെ പേടിക്കുന്നുണ്ടോ? നരകത്തെ പേടിക്കുന്നുണ്ടോ? ഉമ്മമാര് ശ്രദ്ധിക്കാനാ പറയുന്നത്. മക്കളെ വളർത്തുമ്പോ സൂക്ഷിക്കണം. ഉപ്പമാരോടും പറയുന്നു, പെരുന്നാളിന് വസ്ത്രമെടുക്കുമ്പോ, ഭാര്യക്ക് വസ്ത്രമെടുക്കുമ്പോ, ഉമ്മാക്ക് വസ്ത്രമെടുക്കുമ്പോ, മക്കൾക്ക് വസ്ത്രമെടുക്കുമ്പോ റസൂലുള്ള വിരോധിച്ച വസ്ത്രം നമുക്ക് വേണ്ട. വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആണുങ്ങളെ കൊതിപ്പിക്കുന്ന കോലത്തിൽ ഇറങ്ങുന്ന പെണ്ണേ, ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ അവർ പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല വലാ യജിദിന റീഹഹാ, ആ സ്വർഗത്തിന് എന്തൊരു മണമാണ്, എന്തൊരു പരിമളമാണ്. കാതങ്ങൾക്കകലെ അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുന്ന കാര്യത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്ന ഉമ്മ വേണോ നമുക്ക്? അങ്ങനത്തെ പെങ്ങൾ വേണോ നമുക്ക്? അങ്ങനത്തെ ഒരു ഭാര്യ വേണോ സഹോദര നമുക്ക്? ചിന്തിച്ചോളൂ. ലൂസായ വസ്ത്രം കൊണ്ട്, ലൂസായ പർദ്ദ കൊണ്ട്, ശരീരം മറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സംസ്കാരമല്ലാതെ മുസ്ലിമേ നമുക്കൊരു വേഷ സംസ്കാരം വേണ്ട. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സഹോദര, നിങ്ങളുടെ തുണിയോ നിങ്ങളുടെ പാൻസോ നിങ്ങളുടെ നെരിയാണിക്ക് താഴെ ഇറങ്ങിപ്പോകരുത്. അറിഞ്ഞുകൊണ്ടതുണ്ടാകരുത്. നരകത്തിലാണെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അറിഞ്ഞുകൊണ്ടതുണ്ടാകരുത്. ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ തുണി മുറുക്കിയെടുത്തിട്ട് അല്പം കഴിഞ്ഞ് വയറൊക്കെ കാലിയാകുമ്പോ ചിലപ്പോ തുണിയൊന്ന് അല്ലെങ്കിൽ പാൻറ്റൊന്ന് താഴത്തേക്ക് എന്ന് വന്നേക്കാം. അത് കണ്ടാൽ ഉടൻ കയറ്റി ഉടുക്കണം. അതൊന്നും അത്ര പ്രശ്നമല്ലെന്ന് പറയരുത്. നമ്മുടെ നേതാവിന് അത് ഇഷ്ടമില്ലായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? നെരിയാണിക്ക് താഴെ തൂങ്ങുന്ന നരകത്തിൽ തന്നെ സഹിക്കാനാകുമോ നമുക്ക്? സഹിക്കാനാകുമോ നരകത്തിന്റെ തീയ്? അതുകൊണ്ട് വസ്ത്രം ശ്രദ്ധിക്കണം, വേഷവിധാനം ശ്രദ്ധിക്കണം. പലിശയുമായി നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ടാകരുത്. അറിഞ്ഞുകൊണ്ട് പലിശയുടെ ഒരു പണം നാം തിന്നരുത്. അത് വ്യഭിചാരത്തിനേക്കാൾ കഠിന കഠോരമാണ്. എത്രയോ നീചമായ പാപമാണ്. ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ വീടുകളിൽ സിനിമകൾ ഓടരുത്, സീരിയലുകൾ ഓടരുത്. ആ സംസ്കാരം നമുക്ക് വേണ്ട. ഹബീബായ റസൂലുള്ളാഹിക്ക് അതൊന്നും ഇഷ്ടമല്ല. അവിടുന്ന് ഹറാമായ ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല. അവിടത്തേക്ക് അനുവദനീയമല്ലാത്തിടത്തേക്ക് അവിടുത്തെ കണ്ണ് പോയിട്ടില്ല. ഖുർആൻ എന്താ പറയുന്നത്? കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയൂ നബിയെ, കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. പെണ്ണുങ്ങളോടും പറഞ്ഞു, കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. മുസ്ലിമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ വിശ്വാസാചാരങ്ങൾ തൊട്ട് എല്ലാ കാര്യത്തിലും
ആ നിലക്ക് അടിമുടി മാറ്റം വരുന്ന നിലക്ക് അതിന് നമുക്ക് ഉത്ബോധനങ്ങൾ പള്ളികളിൽ വെച്ച് കേൾക്കണം. ആഴ്ചതോറും ഉത്ബോധനങ്ങൾ ഖതീബ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് പറയും. അത് അറബിയിലല്ലേ നടത്തേണ്ടത്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇന്നലെ എന്റെ സ്നേഹിതൻ സലാഹി ഇവിടെ വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതുന്നു, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുന്നു. ശ്രോതാക്കൾക്ക് അതൊരു ഉത്ബോധനമാണെന്ന് തോന്നണമെങ്കിൽ അവർക്കത് മനസ്സിലാകണ്ടേ, അവർക്കത് തിരിയേണ്ടതില്ലേ? അങ്ങനെയല്ലേ അവിടുന്ന് ഹുതുബ നടത്തിയത്? അവിടുന്ന് നടത്തിയ ഒരൊറ്റ ഹുതുബയും പള്ളിയിൽ കൂടിയ ശ്രോതാക്കൾക്ക് മനസ്സിലാകാതെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനൊക്കെയാണ് ഈ പള്ളി. അതുപോലെ അവിടുത്തെ പിന്നിലും സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ട്. അവർക്ക് പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല. പക്ഷേ അവരും വന്നാൽ അവർക്കും അത് പുണ്യമായ കാര്യം തന്നെയാണല്ലോ. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ അവർ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ആ വിഷയത്തിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാമികമായി നാം അറിയേണ്ടതൊക്കെ അറിയണം, പഠിക്കേണ്ടതൊക്കെ പഠിക്കണം. എപ്പോഴും നമ്മുടെ ലക്ഷ്യം ഇവിടെ ആരെയും തോൽപ്പിക്കലല്ല, ആരെയെങ്കിലും പരാജയപ്പെടുത്തലല്ല. അള്ളാന്റെ ഇബ്തിഗാ അല്ലാതെ, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തമല്ലാതെ ഇതുകൊണ്ടൊന്നും നമ്മൾ ലക്ഷ്യമാക്കുന്നില്ല. ആ നിലക്ക് നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യരുത്, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, അല്ലാഹുവല്ലാത്തവരുടെ ആ പരിശുദ്ധമായ കഅബയുടെ ചുറ്റുമല്ലാതെ ഒരു കേന്ദ്രത്തിന്റെ ചുറ്റും പോയി ചുറ്റരുത്, തവാഫ് ചെയ്യരുത്, ഒരു മഖബറയിലും പോയി ഖബർ മുത്തരുത്, ചുംബിക്കരുത്, പൂവിടരുത്, പുടവ മൂടരുത്, വിളക്ക് കൊളുത്തരുത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ പഴമയുടെ ലോകത്തേക്ക് തിരിച്ചു പോകണം. പുതിയതൊക്കെ ഒഴിവാക്കണം. എല്ലാ പുതിയതും പഴച്ചതാണ്, അതൊക്കെയും വഴികേടാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗത്തിലേക്ക് വരണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും ഹക്ക് പറയാനും ഹക്ക് കേൾക്കാനും ഹക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ബാത്തിലിനെ തള്ളിക്കളയാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ ഒരുപാട് വിഷമങ്ങളിൽ കഴിയുന്നവരുണ്ട്, രോഗികളുണ്ട്, പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്, പല രൂപത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാം അറിയാവുന്ന നാഥനല്ലേ, എല്ലാം സുഖപ്പെടുത്തേണ്ടവനാണ്. അള്ളാഹു എല്ലാവർക്കും ശമനം നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഏതവസരത്തിലും സത്യത്തിന്റെ മാർഗത്തിൽ മുന്നേറുവാനും സത്യത്തെ സത്യമായി പറയാനും അതനുസരിച്ച് ജീവിക്കുവാനും റഹ്മാനുർ റഹീമായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ യഥാർത്ഥമായ പാതയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ആ സഹോദരന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിക്കൊണ്ട് അല്ലാഹു എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ. അർഹമർ റഹീമീനായ നാഥാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.